യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ സ്ഥിരത എന്ന വിഷയത്തെക്കുറിച്ചാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. പ്രൈസ് ദ ലോർഡ്. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. ഇന്ന് ദൈവവചനം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അവർ വീണു പോവുകയാണ്. നിലനിൽപ്പിന്റെ വരം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവത്തിന്റെ ദൂത് ഈ നിമിഷങ്ങളിൽ ദൈവമക്കൾക്കായി നൽകുന്ന സന്ദേശം ഇതാണ്: ഉറച്ചു നിൽക്കുന്നവർ അവനോടുകൂടെ വാഴും. അന്ത്യം വരെയും അവന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ അവനോട് കൂടെ ജനപദങ്ങളെ ഭരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവേ, സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ ബലഹീന ജീവിതങ്ങളിലേക്ക് ശക്തിയെ വർഷിക്കണമേ. കൃപയുടെ ശക്തി വർഷിക്കണമേ. ആത്മാവിന്റെ ശക്തി വർഷിക്കണമേ. ആത്മീയ കൃപാവരങ്ങളുടെ ശക്തി വർഷിക്കണമേ. സ്വർഗീയ ജ്വലനങ്ങൾ നൽകണമേ. തണുത്തിരിക്കുന്ന ആത്മാക്കളെ തട്ടി ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആത്മീയ ശക്തി കൊണ്ട് നിറയാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം കണ്ണുനീരിൽ കുതിർന്ന ഒരു സഹോദരിയുടെ ജീവിത കഥ ആ സഹോദരി വലിയ ദുഃഖത്തോടുകൂടെ പങ്കുവെച്ച് ആ സഹോദരി പറഞ്ഞു, അച്ഛാ, കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവാലയങ്ങളിൽ പോയി ബലിയർപ്പണങ്ങൾ ചെയ്തിട്ടുണ്ട്. മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു പ്രശ്നത്തെ നേരിടുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അലട്ടുന്ന പ്രശ്നം? ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ മരിച്ചു. അകാലത്തിലുള്ള മരണമാ. ഒത്തിരി വേദനയോടെയാ, അല്ലെങ്കിൽ ഒത്തിരി മാനസികമായ വ്യത സഹിച്ച് എൻ്റെ അപ്പൻ മരിച്ചത്. എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന നവീകരണത്തിലുള്ള ഒരപ്പനായിരുന്നു. എങ്കിലും അപ്പന് ഇതൊരു നല്ല അവസ്ഥയല്ലാതെ സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലാണ് അപ്പൻ മരിക്കുന്നത്. എൻ്റെ അമ്മ കുറെ കാലമായൊരു മാനസിക രോഗിയാ. എൻ്റെ അമ്മ ഇന്നും എൻ്റെ വീട്ടില് മാനസിക രോഗിയായി വളരെ ഭാരത്തോടെ ഇരിക്കുകയാണ്. ഒത്തിരി സങ്കടമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പം മരിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവിട്ടു. ഇന്ന് അവളൊരു മാനസിക രോഗിയാണ്. എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ മൂത്ത ചേച്ചിയും മാനസിക രോഗിയായി ഇന്ന് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അനിയത്തി മാനസിക രോഗിയാണ്. അവളുടെ വിവാഹം നടന്നിട്ടില്ല. എൻ്റെ അനിയൻ മാനസിക രോഗിയാണ്. അവൻ ഇന്ന് കുടുംബത്തിൽ ആരും നിയന്ത്രിക്കാനില്ലാതെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവൻ കുടുംബത്തിലുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഇവരെല്ലാം നോക്കി ഞാൻ നിൽക്കുകയാണ്. വലിയ വേദനയുടെ നടുവിൽ നിന്ന് സഹോദരി പറഞ്ഞു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ്, സഹോദരി പ്രാർത്ഥിക്കുക. ആ സഹോദരിക്ക് വലിയ വിഷമായി. ആ സഹോദരി പറഞ്ഞ്, എന്തിനാ പ്രാർത്ഥിക്കണത്? ആരോടാ പ്രാർത്ഥിക്കണത്? ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടൊന്നും ഒന്നിനും ഉത്തരയില്ല. എന്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് അന്ന് വലിയ വേദനയുണ്ടായി. എൻ്റെ മനസ്സിന് വലിയ സങ്കടം ഉണ്ടായി. ഞാൻ അന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധി ഇരുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്ന കുടുംബം, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ, പക്ഷേ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന വിധം തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കർത്താവ് എനിക്ക് നൽകിയ ശക്തമായൊരു ബോധ്യമുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 2 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പൂർണ്ണത ലഭിക്കുമെന്ന് വിശുദ്ധ ലിഖിതങ്ങളുടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കുമുള്ള വിശ്വാസം ചെറുതോ വലുതോ ആയ വിശ്വാസമാകട്ടെ, നിങ്ങൾക്കും എനിക്കും ദൈവം നൽകുന്ന വിശ്വാസം പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും.
ഞാനും നിങ്ങളും ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടും. എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും. ഞാനും നിങ്ങളും വിശ്വാസത്തെ ജയിച്ചാൽ ഭാഗ്യവാൻ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: പരീക്ഷകൾ ക്ഷമയോടെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം ഭാഗ്യവാൻ എന്ന് ഒരു വിശ്വാസി വിളിക്കുകയാണ്. ഏത് വിശ്വാസിയാണത്? പരീക്ഷകൾ, വലിയ തരത്തിലുള്ള ടെസ്റ്റ്, പരീക്ഷകൾ ക്ഷമയോടെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം അവന് നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അഗ്നി പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തി പ്രാപിക്കുക എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വഞ്ചിതരാകരുത്. യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. പാകിസ്ഥാനിലുള്ള വലിയൊരു കുബേര കുടുംബം, ഒരു ധനാഢ്യ കുടുംബം. ആ മുസ്ലിം കുടുംബത്തിൽ ഫാത്തിമ എന്ന് പേരുള്ള ഒരു കുഞ്ഞ് ജനിച്ചു. അവൾ വളർന്നു. അവളുടെ ബാല്യത്തിൽ തന്നെ അവൾക്ക് തളർവാദം പിടിപെട്ടു. അവളുടെ അപ്പന് അവളോട് വലിയ താല്പര്യമായിരുന്നു, ജീവന് തുല്യം സ്നേഹമായിരുന്നു. എന്നാൽ അമ്മയ്ക്കും ആങ്ങളമാർക്കും അവളോട് വലിയ താല്പര്യമില്ല. ഒത്തിരി ആശുപത്രികളിലും ഒത്തിരി ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോയി. എന്നാൽ എല്ലാവരും ഉപേക്ഷിച്ച് ഇന്ന് ഈ രോഗത്തിനൊരു സൗഖ്യം പ്രതീക്ഷയില്ലാതെ ഇവൾ വീടിന്റെ മൂലയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളുകൾ വീണ്ടും പിന്നിട്ടു. ഇവൾ ഫാത്തിമ ഒത്തിരി വേദനയോടെ ഭവനത്തിന്റെ ഉൾമുറിയിൽ കഴിഞ്ഞുകൂടവേ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഖുറാൻ എന്ന ഗ്രന്ഥം വായിക്കാൻ ലഭിച്ചു. അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം വന്നപ്പോൾ ഈസാ നബിയെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ അവൾ കണ്ടു. ഗലീലിയ നാട്ടിൽ പലസ്തീനായിൽ ചുറ്റി നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈസാ നബിയെ അവൾക്ക് താല്പര്യമായി. ഈസാ നബിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ വലിയ ഉണർവായി. ഈസാ നബി പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ആ പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ ഒരു സമാധാനം അവളുടെ ഹൃദയത്തിൽ അവൾക്ക് ലഭിച്ച് അങ്ങനെ അവൾ ഈസാ നബിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസാ നബിയെ അവൾ പരിചയപ്പെട്ട അന്ന് തൊട്ട് അവളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്തൊരു സുഖം, ഒരു പ്രത്യാശ, ഒരു പുതുജീവന്റെ അനുഭവം. അവൾ ഈസാ നബിയോട് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് ഈസാ നബിയെ വലിയ താല്പര്യമായി. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 2 വർഷം കൂടെ പിന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏക അത്താണിയായിരുന്ന അവളുടെ അപ്പൻ പെട്ടെന്ന് മരിച്ചു. അതോടുകൂടെ അവളുടെ ജീവിതം ദുരിതപൂർണമായി. നോക്ക്, അവൾ ഈസാ നബി അറിഞ്ഞ് അധികം കഴിഞ്ഞില്ല, അവളുടെ ജീവിതത്തിന്റെ ഏക ആശ്വാസമായിരുന്ന അവളുടെ അപ്പൻ പോലും മരിച്ചുപോയി. അവളുടെ മനസ്സ് വീണ്ടും വലിയ ഭാരവും വേദനയും ദുഃഖവും സങ്കടവും നിറഞ്ഞു. അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ്. വിശ്വാസം എന്ന ദാനം അവൾക്ക് കിട്ടിയത് പരീക്ഷിക്കപ്പെടുകയാണ്. ആർക്കെല്ലാം വിശ്വാസം എന്ന ദാനം സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അവരുടെ എല്ലാം വിശ്വാസം പരീക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. അവൾ തളർന്നു. എങ്കിലും അവൾ ഈസാ നബി ഉപേക്ഷിച്ചില്ല. ഒരു ദിവസം അവൾ വേദന കൊണ്ട് നിറഞ്ഞു. തിരസ്കരണത്തിന്റെ, പരിത്യക്താവസ്ഥയുടെ, രോഗത്തിന്റെ, ജീവിത നൈരാശ്യത്തിന്റെ, ജീവിത ക്ലേശത്തിന്റെ വേദന കൊണ്ട് അവൾ നിറഞ്ഞു. ഉറങ്ങാൻ പറ്റാതെ രാത്രികാലം മുഴുവൻ അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ തലയണ കണ്ണുനീർ കൊണ്ട് കുതിർന്നു. അങ്ങനെ ഉറക്കമില്ലാതെ രാത്രികാലം മുഴുവൻ അവൾ പൊട്ടിക്കരഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ വെളുപ്പംകാലമായപ്പോൾ ഈസാ നബി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 12 പേരോടുകൂടെ ഈസാ നബി വന്ന് അവളെ സുസ്മേരവദനായി ഒന്ന് നോക്കി. ഈസാ നബി അവളെ വിട്ടു പോകുമ്പോൾ ഒരു വാക്യം മാത്രം പറഞ്ഞു: നീ എനിക്ക് സാക്ഷിയായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എനിക്ക് സാക്ഷിയായിരിക്കും. ഈസാ നബി അവളെ വിട്ടുപോയി. നേരം വെളുത്തപ്പോൾ അവൾ കണ്ട കാഴ്ച, അവളുടെ വർഷങ്ങളായുള്ള തളർവാദം സൗഖ്യപ്പെട്ടിരിക്കുന്നു. അവൾ ചാടി എഴുന്നേറ്റു, അവൾ കുതിച്ചു ചാടി, അവൾ ഓടി, വീട് ചുറ്റിനും ഓടി. വീട്ടിൽ മുഴുവൻ സന്തോഷമായി, അവൾക്ക് വലിയ സന്തോഷമായി. വീട് ഉത്സവ ലഹരിയിൽ നിറഞ്ഞു. വലിയ സന്തോഷം കൊണ്ട് വീട് ഭവനം മുഴുവൻ നിറഞ്ഞു. ഉമ്മയ്ക്ക് സന്തോഷമായി, സഹോദരങ്ങൾക്ക് സന്തോഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 2-3 ദിവസം സന്തോഷഭരിതമായ കുടുംബം മുമ്പോട്ട് നീങ്ങി. അവൾ ചുറ്റുപാടും പോയി പറഞ്ഞു, ബന്ധുക്കളോട് പറഞ്ഞു. നാട്ടുകാർക്കും ബന്ധുക്കൾക്കെല്ലാം സന്തോഷമായി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സന്തോഷമെല്ലാം മാറി, പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവർ പറഞ്ഞു, നീ ഇങ്ങനെ ആവേശത്തോടെ ഈസാ നബിയെ കുറിച്ച് കണ്ടമാനം പറയണ്ട. അവൾ പറഞ്ഞു, പറ്റില്ല. ഈസാ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ സാക്ഷിയായിരിക്കും, എനിക്ക് ഈസാ നബിയെ കുറിച്ച് പറയണം. അവൾ ഈസാ നബിയെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു. ലാഹോറിന്റെ തെരുവുകളിലൂടെ നടന്ന് അവൾ ശക്തിയോടെ ബന്ധുക്കളോടും മിത്രങ്ങളോടും സ്വന്തക്കാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ പറഞ്ഞു, അവൾ സാക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ മരിച്ച ഫാത്തിമ ഗുൽഷാന്റെ സഹോദരങ്ങളും ഉമ്മയും ചേർന്ന് അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. അവൾ ലാഹോറിന്റെ തെരുവിലേക്ക് അടിച്ചു പുറത്താക്കപ്പെട്ടു. ലാഹോറിന്റെ തെരുവുകളിലൂടെ അവൾ ചുറ്റി നടന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രഘോഷിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകല് ഉച്ചയോളം അവൾ എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്ത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി. മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്ത് എന്തെങ്കിലും തരത്തിൽ ചെറിയ ജോലികൾ ചെയ്ത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് സുവിശേഷം പ്രസംഗിച്ച്. ഇത് ആ നാട്ടിൽ വലിയ പ്രശ്നമായി. അവസാനം കള്ളക്കേസിൽ കുടുക്കി അവളെ ലാഹോർ ജയിലിൽ അടച്ചു. രാജ്യദ്രോഹത്തിന്റെ കുറ്റം ചുമത്തപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളികൾ അടയ്ക്കുന്ന ലാഹോർ ജയിലിൽ അവൾ അടയ്ക്കപ്പെട്ടു. ലാഹോർ ജയിലിൽ കടന്ന് ഒരുപാട് വേദനയോടെ ലാഹോർ ജയിലിൽ അടയ്ക്കപ്പെട്ട അവൾ ലാഹോർ ജയിലിന്റെ ഉൾമുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവിടെ നേരത്തെ അടയ്ക്കപ്പെട്ടിരുന്ന കുപ്രസിദ്ധ കുറ്റവാളികൾ, സ്ത്രീകളെ മാത്രം അടയ്ക്കുന്ന ജയിലിൽ നേരത്തെ അടയ്ക്കപ്പെട്ടിരുന്ന കുപ്രസിദ്ധ കുറ്റവാളികൾ, അവൾ മയക്കുമരുന്നിനും പലതരത്തിലുള്ള ദുസ്വഭാവങ്ങൾ അടിമകളായ ആക്രോശത്തോടെ അട്ടഹാസത്തോടെ ഇവളുടെ മുറിയിലേക്ക് പാഞ്ഞു വന്നു. ഇവളെ അസഭ്യങ്ങൾ വിളിച്ചും പലതരത്തിലുള്ള മനപ്പീഡ ഉണ്ടാക്കിയും അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവളാകട്ടെ ഒന്നിനും മറുപടി പറയാതെ ശാന്തമായി സുസ്മേരവദനയായി ആ മുറിയിൽ, ആ ഉൾമുറിയിൽ ഒരു മൂലയിൽ ശാന്തമായിട്ടിരുന്നു. ദിവസങ്ങൾ 2-3 കടന്നുപോയി. ഇവരുടെ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും അസഭ്യ ഭാഷങ്ങളെല്ലാം കഴിഞ്ഞു. രാത്രിയാകുമ്പോൾ ചോർന്നൊലിക്കുന്ന മേൽക്കൂര, നിറഞ്ഞ് കക്കൂസിനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഓടകൾ, ദുർനാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, വലിയ കൊതുകിന്റെ ശല്യ നിമിത്തം ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ, ചോർന്നൊലിക്കുന്ന ഈ മേൽക്കൂരയ്ക്കടിയിൽ കൊതുകിന്റെ കടി കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിൽ കക്കൂസിനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഓടയിൽ നിന്നുള്ള ദുർനാറ്റം സഹിച്ച് മനം മടുത്ത് എല്ലാം നഷ്ടപ്പെട്ട് ലോകത്തിൽ ആരും ഇല്ലാത്തവളായി ഫാത്തിമ ഗുൽഷ ഇരിക്കുകയാണ്. എങ്കിലും അവളുടെ മനസ്സിൽ അനിർവചനീയമായ ഒരു സമാധാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ പറ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഈ ഫാത്തിമ ഗുൽഷാൻ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഈ ഫാത്തിമ ഗുൽഷാന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് ഇല്ലാതാവുകയാണോ ചെയ്തത്? അതാണ് ഒരു ക്രിസ്തീയ ജീവിതം, അതാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്റെ ജീവിതം. ഫാത്തിമ ഗുൽഷാൻ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്തത്. അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ അവളുടെ ജീവിതം ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോ ജയിലിലുള്ള കുപ്രസിദ്ധ കുറ്റവാളികൾ, മനസമാധാനം ഇല്ലാത്തവർ, ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടവർ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർ ഓരോരുത്തരായി ഇവളുടെ അടുത്ത് വരാൻ തുടങ്ങി. ഒരു സ്ത്രീ വന്ന് സംസാരിച്ച് അവൾക്ക് വലിയ സമാധാനം കിട്ടി. ഫാത്തിമ ഗുൽഷാൻ സംസാരിക്കുമ്പോൾ മനസ്സിൽ സമാധാനം ഇല്ലാത്ത, അന്ധകാരത്തിന്റെ പിടിയിലമർന്ന പൈശാചികതയുള്ള സ്ത്രീകൾക്ക് മനസ്സിൽ സമാധാനം കിട്ടുന്നു. അവരുടെ ദുർബാധകൾ ഒഴിഞ്ഞു പോകുന്നു. ഈ സ്ത്രീ ചെന്നിട്ട് മറ്റു കൂട്ടുകാരികളോട് പറഞ്ഞു, ഈ ഫാത്തിമ ഗുൽഷാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാനൊരു 5 മിനിറ്റ് അവളോട് സംസാരിച്ചു, എനിക്ക് വലിയ സമാധാനം കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഉടനെ ആ ജയിലിലുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ആരും കാണാതെ രഹസ്യത്തിൽ ഫാത്തിമ ഗുൽഷാന്റെ അടുത്ത് വന്നു. അവളോട് സംസാരിച്ചു. അവർക്കും കിട്ടി സമാധാനം, അവർക്കും കിട്ടി ദൈവസ്പർശനം, അവർക്കും കിട്ടി ദൈവത്തിന്റെ ആത്മാവിനെ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദിവസങ്ങൾക്കുള്ളിൽ ആ ജയിലിൽ മുഴുവൻ ഇവളെ കുറിച്ച് നല്ല വാർത്ത പരന്നു. ജയിലിൽ മുഴുവൻ ഇവൾക്ക് സ്വാധീനം ഉണ്ടായി. ഒരുപാട് കുറ്റവാളികൾ വന്ന് ഇവളോട് സംസാരിക്കാനും ഇവളോട് പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇവൾ എല്ലാവരോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഇന്ന കുടുംബത്തിലെ വ്യക്തിയാ, ജനിച്ച മുതൽ തളവാത രോഗിയായിരുന്നു, യേശു ക്രിസ്തു എന്റെ അടുത്ത് വന്നു, യേശു ക്രിസ്തു എന്നെ സുഖപ്പെടുത്തി, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്, യേശു ക്രിസ്തുവിനെ വിളിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്, യേശു ക്രിസ്തുവിനെ വിളിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിക്കും, യേശു ക്രിസ്തുവിന്റെ വ്യക്തികൾക്ക്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിന്റെ രാജ്യമുണ്ട്. വലിയ പ്രത്യാശയുടെ ദൂതുകൾ അവൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വലിയ വലിയ മാറ്റങ്ങൾ ജയിലിൽ സംഭവിച്ചു. ജയിൽ വാർഡന്മാർക്ക് പ്രശ്നമായി, അധികാരികൾക്ക് പ്രശ്നമായി. അവർ കൂടിയാലോചിച്ച് അവളെ ജയിലിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും അവൾ ലാഹോർ തെരുവിലേക്ക് അയക്കപ്പെട്ടു. ലാഹോർ തെരുവുകളിലൂടെ അവൾ നടന്ന് സുവിശേഷം പ്രസംഗിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അവൾ മാമോദിസ മുങ്ങി. എസ്തേർ ഗുൽഷാൻ എന്ന പേരിൽ ഇന്നും അനേകം മുസ്ലിം രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ലോക സുവിശേഷകയായി അവൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് സാക്ഷിയായി അവൾ മരിക്കുന്നത് വരെ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്കിനോട് വിശ്വസ്തത പുലർത്തി യേശുക്രിസ്തുവിന് സാക്ഷിയായി അവൾ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 പത്രോസ് 4:12. സഹോദരരെ, നിങ്ങളെ പരീക്ഷിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തനത്തിൽ 14-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നും അവൻ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി യേശുക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സഹനങ്ങളും തീരുക എന്നുള്ളതല്ല അർത്ഥം. പിന്നെയോ അഗ്നി പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെ പ്രാപിക്കുക എന്ന് തന്നെ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സഹനമുണ്ടാകുമ്പോൾ, ഞെരുക്കമുണ്ടാകുമ്പോൾ, അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിക്കാതെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ നാം അവനോടുകൂടെ വാഴും. 2 തിമോത്തി 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്തിൽ ദുർബലപ്പെട്ടിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ അയക്കണമേ. തകർന്നിരിക്കുന്നവരുടെ മേൽ, വിശ്വാസത്തിന്റെ അടിത്തറകൾ ഇളകിയിരിക്കുന്നവരുടെ ആത്മാവിനെ ഇപ്പോൾ അയക്കണമേ. ദൈവത്തെ അറിഞ്ഞു, ആത്മാഭിഷേകം പ്രാപിച്ചു, പരിശുദ്ധാത്മ നിറവ് കിട്ടി. പക്ഷേ പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോൾ, അഗ്നിശോധനകൾ ഉണ്ടായപ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങയെ ഉപേക്ഷിച്ച്, വിശ്വാസം ഉപേക്ഷിച്ച് വീണുപോയവരോട് കരുണ തോന്നി. ഇപ്പോൾ ആത്മാവിനെ അയച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പിന്മാറ്റത്തിലേക്ക് പോയവർ ഇപ്പോൾ ശക്തി പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. വിശ്വാസത്തിന്റെ സ്ഥിരത സകല മക്കൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളെ നേരിടുന്നവർക്ക് പുതുശക്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ
വിശ്വാസത്തിന്റെ അതിനാഥനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ ദുർബലരെ ശക്തിപ്പെടുത്തുന്ന സമയമാണ്. വിശ്വാസത്തിനെതിരായ പ്രതിസന്ധിയെ നേരിടുന്ന ഓരോ മകനും മകളും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ച് വിശ്വാസത്തിന്റെ അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൽ പതറി പിന്മാറ്റത്തിലേക്ക് പോയിട്ടുള്ളവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക. വിശ്വാസത്തിനെതിരായ പൈശാചിക പീഡകൾ അനുഭവിക്കുന്നവർ, വിശ്വാസരഹിതമായ ദുഷ്ടചിന്തകൾ നിമിത്തം ഭാരപ്പെടുന്നവർ, അവിശ്വാസം തോന്നുന്നവർ, യേശു ക്രിസ്തുവിനുള്ള ജീവിതം ഉപേക്ഷിച്ച് ലോകത്തിന്റെ വഴികളിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ച് പാപ ജീവിതത്തിലേക്ക് പിന്തിരിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ച് ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള ഓരോ മകനും മകളും പുതുശക്തി പ്രാപിക്കട്ടെ, അത്ഭുത ശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, കർത്താവേ, സുഖജീവിതം, ലോകജീവിതം, പാപജീവിതം, ദൈവത്തിന്റെ വഴികൾ വിട്ട് വിശുദ്ധ ജീവിതം വിട്ട് പാപജീവിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും തിന്മയുടെ ദുരാത്മാക്കളെ ശാസിക്കുന്നു, പാപത്തിന്റെ ദുരാത്മാക്കളെ ശാസിക്കുന്നു, അവിശ്വാസത്തിന്റെ ദുരാത്മാക്കളെ ശാസിക്കുന്നു, മല്ലടിക്കുന്ന ദുരാത്മാക്കളെ ശാസിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ചൈതന്യം വ്യാപരിക്കട്ടെ, വിശ്വാസ ശക്തി ജ്വലിക്കട്ടെ, വിശ്വാസ അഭിഷേകം നിറയട്ടെ. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വിശ്വാസ മേഖലകളിലുള്ള കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ പേര് ജോസ്, അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇവിടെ തിങ്കളാഴ്ച ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നാവിലെ ഒന്ന് രണ്ട് കുരുക്കളുള്ള ഒരു സഹോദരനെ ഈശോ തൊടുന്നു. എൻ്റെ നാവില് ഒരു പ്രാവശ്യം കുരു വന്നു, അത് വലുതായി, അത് കട്ട് ചെയ്ത് കളഞ്ഞു, 2 സ്റ്റിച്ചിട്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമതും കുരു വന്നു. ആ കുരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ് സ്റ്റിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനത്തിന് പോകുന്ന കാര്യം സംസാരിച്ച്. അപ്പോൾ ആദ്യം പോകണ്ട, പറ്റില്ല എന്നുള്ള സംസാരമായി. പിന്നെ രണ്ടും കൽപ്പിച്ച് പോരാന്ന് തീരുമാനിച്ച് പോകുന്നു. ഇവിടെ വരുമ്പോഴും നല്ല വേദനയായിട്ടാണ് വന്നത്. ഞാൻ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. വൈഫാണ് സംസാരിച്ചു കിട്ടുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞ ആ സമയത്ത് തന്നെ എൻ്റെ ആരാധന സമയത്ത് അച്ഛൻ പറഞ്ഞ ആ സമയത്ത് തന്നെ എൻ്റെ വേദന മാറുകയും എനിക്ക് ആ മുറിവ് ഉണങ്ങുന്നതായിട്ടും തോന്നി. അതുവരെ ഞാൻ ലിക്വിഡ് ഫുഡാണ് കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സ്വല്പം ഭക്ഷണം കഴിച്ചു. പിന്നെ അന്നാലും എൻ്റെ നാക്ക് അനങ്ങില്ലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം കുംസാരം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എങ്ങനെ കുംസാരിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടായി. കാരണം നാക്ക് അനങ്ങി തുടങ്ങിയിട്ടുണ്ടായില്ല. പിറ്റേ ദിവസം ആരാധന സമയത്ത് ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നാവിന് ബുദ്ധിമുട്ടുള്ള, കുമ്പസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുടെ തടസ്സം മാറ്റിയെന്ന്. ഞാൻ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോഴാണ് എൻ്റെ നാവ് കൂടുതൽ അനങ്ങാനും ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് സംസാരിക്കാനുള്ള ശക്തി കൂടുതലായി വന്നു. ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആഹ്ലാദത്തോടെ കരങ്ങളടിക്കാം. പെരുമഴ പോൽ പെയ്യുന്നു.